അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഫൊക്കാന ന്യൂയോർക്ക് മെട്രോ റീജിയൻ 2 ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാജി തോമസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നാഷണൽ കമ്മിറ്റി മെമ്പർ മേരിക്കുട്ടി മൈക്കിളിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ മീറ്റിംഗ് ആരംഭിച്ചു. ലാജി തോമസ് ഏവർക്കും സ്വാഗതം രേഖപ്പെടുത്തി. ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ബിജു ജോൺ, നാഷണൽ കമ്മിറ്റി മെമ്പർ സിജു പുതുശ്ശേരിൽ, അലൻ അജിത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാഷണൽ കമ്മിറ്റി മെമ്പർ മേരി ഫിലിപ്പ് പങ്കെടുത്ത ഏവർക്കും നന്ദിയും രേഖപ്പെടുത്തി. ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ബിജു ജോൺ, നാഷണൽ കമ്മിറ്റി മെമ്പർ സിജു പുതുശ്ശേരിൽ, അലൻ അജിത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാഷണൽ കമ്മിറ്റി മെമ്പർ മേരി ഫിലിപ്പ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. റീജിയൻ 2 ഭാരവാഹികളായി റീജിയണൽ സെക്രട്ടറി ടോൺ തോമസ്, റീജിയണൽ ട്രഷറർ മാത്യു തോമസ്, റീജിയണൽ ജോയിന്റ് സെക്രട്ടറി ജോൺ കെ ജോർജ്, റീജിയണൽ ജോയിന്റ് ട്രഷറർ തോമസ് ടി സക്കറിയ, ഇവന്റ് സ്പോൺസ് കോർഡിനേറ്റർ ജിൻസ് ജോസഫ്, വിമൻസ് ഫോറം കോർഡിനേറ്റർ ഉഷ ജോർജ്, യൂത്ത് കോർഡിനേറ്റർ ടോബിൻ മടത്തിൽ, മീഡിയ പബ്ലിസിറ്റി ജോയൽ സക്കറിയ, കമ്മിറ്റി മെമ്പേഴ്സായി ഡോക്ടർ ജോസഫ് തോമസ്, ജോൺ തോമസ്, ജിജോ ജോസഫ്, ബോബി തോമസ്, ഗ്രേസ് അലക്സാണ്ടർ, നിഷ ജെയിൻ, ഡെയ്സി ജോസഫ്, ജോണി സക്കറിയ എന്നിവരെ തെരഞ്ഞെടുത്തതായി റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാജി തോമസ് അറിയിച്ചു. റീജിയൻ 2 റീജിയണൽ ഉദ്ഘാടനം നവംബർ 2 ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തുവാനും യോഗം തീരുമാനിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട റീജിയണൽ ഭാരവാഹികളെ പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് ബിബിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ബിജു ജോൺ, റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാജി തോമസ് എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമർ സെൻട്രൽ റീജിയന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ കണ്ണൂക്കാടന്റെ അധ്യക്ഷതയിൽ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ഹാളിൽ നടത്തപ്പെട്ട യോഗത്തിൽ അടുത്ത 2 വർഷത്തെ ഫോമ സെൻട്രൽ റീജിയൻ കമ്മിറ്റി മെമ്പേഴ്സ്, ഫോമയുടെ സെൻട്രൽ ഭാരവാഹികളും ഫോമയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ അംഗസംഘടനകളുടെയും പ്രതിനിധികളും ഷിക്കാഗോയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളും പങ്കെടുക്കുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ ഫോമ സെൻട്രൽ റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം നവംബർ 17 6 മണിക്ക് സെന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ചർച്ചിൽ നടത്തപ്പെടുന്നതിന് തീരുമാനിക്കുകയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രസ്തുത യോഗത്തിൽ ഫോമയുടെ എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സും പങ്കെടുക്കുന്നതായിരിക്കും. പ്രസ്തുത യോഗത്തിൽ ഫോമ സെൻട്രൽ റീജിയൻ ചെയർമാനായ ആൻഡോ കാവാലക്കലിനെയും, സെക്രട്ടറിയായി അച്ഛൻ കുഞ്ഞു മാത്യുവിനെയും, ട്രഷററായി രാജൻ തലവടിയെയും, വൈസ് ചെയർമാനായി രഞ്ജൻ എബ്രഹാമിനെയും, ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ ജിൻ പുത്തൻപുരിക്കലിനെയും, ജോയിന്റ് ട്രഷററായി ജോർജ് മാത്യുവിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. റീജിയണൽ കോർഡിനേറ്റേഴ്സ് സാബു കട്ടപ്പുറത്തിനെയും മനോജ് പ്രഭുവിനെയും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. റീജിയണൽ പബ്ലിക് റിലേഷൻ ചെയർമാനായി ജോൺ പാട്ടപ്പതിയെയും, അഡ്വൈസറി കൗൺസിൽ ചെയർമാനായി സ്റ്റീഫൻ കിഴക്കേക്കൂറ്റ്, വൈസ് ചെയർമാനായി സണ്ണി വള്ളിക്കളം, കമ്മിറ്റി മെമ്പറായി ആഷ്ലി ജോർജ് എന്നിവരെയും, പൊളിറ്റിക്കൽ കമ്മിറ്റി ചെയർമാനായി റോയ് മുളങ്കുന്നത്തെയും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. കമ്മ്യൂണിറ്റി അഫയേഴ്സ് ചെയർമാനായി മേഴ്സി കുര്യാക്കോസിനെയും, കോർഡിനേറ്ററായി അറ്റോർണി ടീന തോമസിനെയും, സീനിയേഴ്സ് ഫോറം ചെയർമാനായി ജോർജ് ജോസഫ് കൊട്ടകപ്പള്ളിയെയും, കോർഡിനേറ്റേഴ്സായി റോയ് നെടുങ്കോട്ടിലിനെയും, വർഗീസ് തോമസിനെയും, പ്രസ്തുത യോഗത്തിൽ ഫണ്ട് റൈസിംഗ് ചെയർമാനായി വിനു മാമോട്ടിൽ, മനോജ് അച്ചട്ടിനെയും, ജിജി പി സാമിനെയും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. വിമൻസ് ഫോറം ചെയർമാനായി ഡോക്ടർ റോസ് വടകരയും, വൈസ് ചെയർമാനായി ഡോക്ടർ സിബിൽ ഫിലിപ്പിനെയും, സെക്രട്ടറിയായി ശാന്തി ജെയ്സനെയും, ജോയിന്റ് സെക്രട്ടറിയായി ലിൻഡ ജോസ്, ട്രഷററായി ജോയ്സി ചെറിയാൻ, ജോയിന്റ് ട്രഷറർ ലിസി ഇണ്ടിക്കുഴി തിരഞ്ഞെടുക്കപ്പെട്ടു. വുമൻസ് ഫോറം കോർഡിനേറ്ററായി അഗ്നസ് തെങ്ങുമൂട്ടിലിനെയും, സെൻട്രൽ റീജിയന്റെ കൾച്ചറൽ കമ്മിറ്റി ചെയർപേഴ്സണായി സാറ അലീനെയും, കോ ചെയറായി ഷാന മോഹൻ, വുമൻസ് കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്ററായി ഷൈനി ഹരിദാസ്, വുമൻസ് കമ്മിറ്റി മെമ്പേഴ്സായി ഫിലോമിന കുരിശിങ്കൽ, ബീന ജോർജ്, ഡെൽസി മാത്യു, ജിനു തോമസ്, ജിൽബി സുഭാഷ്, സിനിൽ ഫിലിപ്പ്, ശ്രീജ നിഷാന്ത് എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ യൂത്ത് കോർഡിനേറ്ററായി ഡേവിഡ് ജോസഫ്, കാൽവിൻ കാവാലക്കൽ, സി കെ മാത്യു, ഡയാന സ്കറിയ, ജോർജി തരിയത്ത് എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ സെക്രട്ടറി അച്ഛൻ കുഞ്ഞു മാത്യു MC ആയി പ്രവർത്തിക്കുകയും ചെയർമാൻ ആൻഡോ കാവാലക്കൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്
പ്രവാസി ചാനൽ. മുതിർന്ന മാധ്യമ പ്രവർത്തകനും പൊതുകാര്യ പ്രസക്തനുമായ വിൻസെന്റ് ഇമാനുവലിനെയും സംഘടനാ പ്രവർത്തന രംഗത്ത് ദീർഘകാല സേവന ചരിത്രമുള്ള ഫ്രാൻസിസ് പടയേറ്റയെയും ഓർമ്മ ഇന്റർനാഷണൽ ഫിലാഡൽഫിയ ചാപ്റ്റർ ഗ്രാൻഡ് പാരന്റ്സ് ഡേ സെലിബ്രേഷനിൽ സൂര്യപടം അണിയിച്ച് ആദരിച്ചു. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഫിലാഡൽഫിയ വികാരിയും ഗ്രേറ്റർ ഫിലാഡൽഫിയ മലയാളി സമൂഹത്തിന്റെ ഗുരുശ്രേഷ്ഠനുമായ ഫാദർ MK കുര്യാക്കോസും ദൈവശാസ്ത്ര പണ്ഡിതനും ഷിക്കാഗോ രൂപത ചാൻസലറുമായ റവറൻഡ് ഡോക്ടർ ജോർജ് ദാനവേലിലുമാണ് ആദരപ്പൊന്നാട അണിയിച്ചത്. ഓർമ്മ ഇന്റർനാഷണൽ ഭാരവാഹികളും പ്രവർത്തകരും അനുമോദിച്ചു. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഫിലാഡൽഫിയ വികാരിയും ഗ്രേറ്റർ ഫിലാഡൽഫിയ മലയാളി സമൂഹത്തിന്റെ ഗുരുശ്രേഷ്ഠനുമായ ഫാദർ MK കുര്യാക്കോസും ദൈവശാസ്ത്ര പണ്ഡിതനും ഷിക്കാഗോ രൂപത ചാൻസലറുമായ റവറൻഡ് ഡോക്ടർ ജോർജ് ദാനവേലിലുമാണ് ആദര പൊന്നാട അണിയിച്ചത്. ഓർമ്മ ഇന്റർനാഷണൽ ഭാരവാഹികളും പ്രവർത്തകരും അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാനയുടെ പ്രവർത്തന മേഖലയിൽ അഭിമാനമായി ഫൊക്കാന ഹെൽത്ത് കാർഡ് വീണ്ടും നിലവിൽ വന്നു. ഫൊക്കാനയിലെ അംഗസംഘടനകളിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടിലെ ബന്ധുമിത്രാദികൾക്കും പ്രയോജനകരമായ ഒട്ടേറെ ഇളവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹെൽത്ത് കാർഡ് കരാറുകൾ രാജഗിരി ഹോസ്പിറ്റൽ പുതുക്കുകയും പാലാ മെഡ്സിറ്റി, തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്നിവയുമായി ഫൈനൽ സ്റ്റേജിലുള്ള ചർച്ചകളും നടക്കുന്നു. ഫൊക്കാനയിലെ അംഗസംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടിലെ ബന്ധുമിത്രാദികൾക്കും പ്രയോജനകരമായ ഒട്ടേറെ ഇളവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹെൽത്ത് കാർഡ് കരാറുകൾ രാജഗിരി ഹോസ്പിറ്റൽ പുതുക്കുകയും പാലാ മെഡ്സിറ്റി, തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്നിവയുമായി ഫൈനൽ സ്റ്റേജിലുള്ള ചർച്ചകളും നടക്കുന്നു. കൂടാതെ കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളുമായി ചർച്ചകളും നടക്കുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ കേരളത്തിലെ പ്രമുഖ ആശുപത്രികളും ഈ ഹെൽത്ത് കാർഡിൽ അംഗങ്ങൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ വരാത്ത ഡെന്റൽ, കോസ്മെറ്റിക് ചികിത്സകൾ തുടങ്ങിയ അമേരിക്കൻ മലയാളികൾക്ക് പ്രത്യേക പരിഗണന നൽകി സേവനം നൽകാൻ ഫൊക്കാന ഹെൽത്ത് കാർഡ് ഉപയോഗപ്പെടും. നിങ്ങളുടെ നാട്ടിലെ പ്രായമായ മാതാപിതാക്കളും ബന്ധുജനങ്ങളും മെഡിക്കൽ കാർഡ് വഴി പ്രത്യേക ചികിത്സ ഏർപ്പാട് ചെയ്യാനും ഓൺലൈൻ വഴി അപ്പോയിൻമെൻറ്റ് എടുക്കുവാനും ഡോക്ടറെ കാണുവാനുമുള്ള സംവിധാനവും ഹെൽത്ത് കാർഡ് വഴി ലഭിക്കുന്ന ഒന്നാണ്. ഹെൽത്ത് ചെക്ക് ആപ്പ് ഈ പാക്കേജിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രികളെ മാത്രമേ ഈ സ്കീമിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2020 മുതൽ 2022 വരെ ജോർജ് വർഗീസ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഫൊക്കാന ഹെൽത്ത് കാർഡ് 2000-ത്തിലധികം ആളുകൾ ഉപയോഗിക്കുകയുണ്ടായി. അന്ന് രാജഗിരി ഹോസ്പിറ്റലുമായി മാത്രമായിരുന്നു അഫിലിയേഷൻ. പക്ഷേ ഇന്ന് വളരെയധികം ആശുപത്രികൾ ഇതിൻ്റെ ഭാഗമാകാൻ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വളരെയധികം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽത്ത് കാർഡ് ഹോൾഡേഴ്സിന് ഈ ഹോസ്പിറ്റലുകൾ സ്പെഷ്യൽ പ്രിവിലേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകളും ഈ കാർഡ് ഹോൾഡേഴ്സിന് ലഭിക്കുന്നതാണെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് ബിബിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ആദ്യകാല മലയാളികളുടെ സംഘടനയായ പൈനിയർ ക്ലബ് ഓഫ് കേരളൈറ്റ്സ് ഈ വർഷം 7 ആദ്യകാല മലയാളികളെ ആദരിക്കുന്നു. കേരള സെന്റർ സ്ഥാപകൻ EM സ്റ്റീഫൻ, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ആദ്യകാല നേതാവ് KJ ഗ്രിഗറി, കവയത്രി LC യോഹന്നാൻ ശങ്കരത്തിൽ, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വൈസ് ചെയറും എഴുത്തുകാരനുമായ ജോർജ് എബ്രഹാം, അഭിവക്ത ഫൊക്കാന മുൻ പ്രസിഡന്റും ഗുരുകുലത്തിലെ സാരഥിയും ജനനി മാസിക പത്രാധിപരുമായ J മാത്യൂസ്, TV വർഗീസ്, മാത്യു തൊയാലിൽ എന്നിവരാണ് ഈ വർഷം ആദരവ് ഏറ്റുവാങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരള സെന്റർ സ്ഥാപകൻ EM സ്റ്റീഫൻ, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ആദ്യകാല നേതാവ് KJ ഗ്രിഗറി, കവയത്രി LC യോഹന്നാൻ ശങ്കരത്തിൽ, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വൈസ് ചെയറും എഴുത്തുകാരനുമായ ജോർജ് എബ്രഹാം, അവിഭക്ത ഫൊക്കാന മുൻ പ്രസിഡന്റും ഗുരുകുലത്തിലെ സാരഥിയും ജനനി മാസിക പത്രാധിപരുമായ J മാത്യൂസ്, TV വർഗീസ്, മാത്യു തോയാലിൽ എന്നിവരാണ് ഈ വർഷം ആദരവ് ഏറ്റുവാങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തവണത്തെ ആനുവൽ റെക്കഗ്നേഷൻ ഡേ ഒക്ടോബർ 5 കേരള സെന്ററിൽ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നതായി പ്രസിഡന്റ് ജോണി സക്കറിയ അറിയിച്ചു. രാഷ്ട്രീയ ചായോ മതമോ ഇല്ലാത്ത സംഘടനയാണിത്.
പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്പോൺസർമാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഡോക്ടർ ജോൺ ബെഞ്ചമിൻ MD ആണ് മുഖ്യാതിഥിയും പ്രധാന പ്രഭാഷകനുമായി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മലയാളി സമൂഹത്തിനു വേണ്ടി സമർപ്പിത സേവനങ്ങൾ കാഴ്ചവെച്ച ആദ്യകാല അമേരിക്കൻ മലയാളികളെയാണ് അന്നേ ദിനത്തിൽ ആദരിക്കുക. ലിസ്റ്റിലെ ഓരോ വ്യക്തിയും അംഗീകാരത്തിന് അർഹരാണെന്ന് ജോണി സക്കറിയ കൂട്ടിച്ചേർത്തു. യോഗ്യരായ 30 അംഗങ്ങളിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് എളുപ്പമല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘടനയുടെ ഈ വർഷത്തെ അവസാനത്തെ പൊതുപരിപാടിയാണിത്. നവംബറിലെ ജനറൽ ബോഡിയിലും തിരഞ്ഞെടുപ്പിലും പങ്കെടുക്കാനുള്ള അവസരം പണമടച്ച് രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. രജിസ്റ്റർ ചെയ്ത അംഗങ്ങളുടെ പട്ടിക ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കും. വയനാട് ഡിസാസ്റ്റർ ഫണ്ടിനായുള്ള അപേക്ഷകളും അനുബന്ധ രേഖകളും എത്തുന്നതായും പണം വിതരണം ഉടൻ ആരംഭിക്കുമെന്നും ജോണി സക്കറിയ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്റർ ഒക്ടോബർ 2 മനാമ MCMA ഹാളിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും പൊതുകാര്യ പ്രസക്തനുമായ വിൻസെന്റ് ഇമ്മാനുവലിനെയും സംഘടനാ പ്രവർത്തന രംഗത്ത് ദീർഘകാല സേവന ചരിത്രമുള്ള ഫ്രാൻസിസ് പടയേറ്റിയെയും ഓർമ്മ ഇന്റർനാഷണൽ ഫിലാഡൽഫിയ ചാപ്റ്റർ ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷനിൽ സൂര്യപടം അണിയിച്ച് ആദരിച്ചു. നന്മയുടെയും സമൃദ്ധിയുടെയും മാനവികതയുടെയും ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിറവിൽ ഈ വർഷവും ഗീതാമണ്ഡലത്തോടൊപ്പം ഷിക്കാഗോ മലയാളി സമൂഹം അതിവിപുലമായി ഓണം ആഘോഷിച്ചു. രക്തദാനം മഹാദാനം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രവും MD ആൻഡേഴ്സൺ ക്യാൻസർ റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മാനവസേവ മാധവസേവ എന്ന തത്വം അനർത്ഥമാക്കി. സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ സീനിയേഴ്സ് ഡേ കെയർ ആരംഭിച്ചു. 2024 സെപ്റ്റംബർ 18 രാവിലെയുള്ള വിശുദ്ധ കുർബാനയെ തുടർന്ന് നടന്ന പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിൽ വികാരി ഫാദർ എബ്രഹാം മൂത്തോലത്ത് ഇടവകയുടെ ഈ നൂതന സംരംഭം ഉദ്ഘാടനം നിർവഹിച്ചു. ഡാളസ് കേരള അസോസിയേഷന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശക്തരായ വടംവലി ടീമുകളെ ഉൾപ്പെടുത്തി നടത്തിയ ആവേശകരമായ വടംവലി മത്സരത്തിലും അതോടൊപ്പം തന്നെ ചരിത്രത്തിലാദ്യമായി 2000-ലധികം ആളുകൾക്ക് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കേരള തനിമയിൽ തികച്ചും സൗജന്യമായി ഇലയിട്ട് ഓണസദ്യ ഒരുക്കുന്നതിനും കഠിന അധ്വാനം ചെയ്ത ദശക്കണക്കിന് വോളണ്ടിയർമാർക്ക് അവർ അർഹിക്കുന്ന ആദരവ് നൽകി. പ്രാർത്ഥനാപൂർവമായ ആഘോഷ പരിപാടികളോടെ വെള്ളിയാഴ്ച ഫിലാഡൽഫിയയിൽ സമാരംഭിച്ച സീറോ മലബാർ കുടുംബ കൂട്ടായ്മയുടെ സംഭവബഹുലമായ 2ാം ദിവസം വിവിധ പരിപാടികളോടുകൂടി കടന്നുപോയി. 2024 ഓണം ആഘോഷമാക്കി മാറ്റി ഫോമ സൗത്ത് ഈസ്റ്റ് റീജിയൻ. ഓണം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.